ഹലോ ഫാമിലി, നമുക്കിന്നൊരു ഞായറാഴ്ച ദിവസം മിനി മൈ ലൈഫ് ചെയ്താലോ? ഈ ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് ഞായറാഴ്ച ദിവസം ചെയ്യാം കേട്ടോ. ഞായറാഴ്ച ദിവസം മിനി മൈ ലൈഫ് എല്ലാ ഞായറാഴ്ച ഒരുപോലെ അല്ല കേട്ടോ, പക്ഷെ പകുതി ദിവസം ഒരുപോലെയാണ്. പള്ളിയിൽ പോയി കാറ്റഗിസം ക്ലാസ് ഉണ്ട് എൻ്റെ അമ്മയ്ക്ക്. ഞാനിപ്പോൾ പള്ളിയിലത്തെ കഴിയുമ്പോഴേക്കും വീട്ടിലേക്ക് വരും. പിന്നെ അവൾക്ക് 11 മണിയാവും. അപ്പോൾ 11 മണിയാകുമ്പോഴേക്കും അവൾ രാവിലെ എന്തെങ്കിലും ചെറിയ രീതിയിൽ സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അവൾക്കുള്ള ഫുഡൊക്കെ ആയിട്ട് 11 മണിയാകുമ്പോൾ വീണ്ടും അവൾ വിളിക്കാൻ വരും. എന്നിട്ട് നേരെ പോകുന്നത് നമ്മുടെ തൃപ്പൂണിത്തുറ കലാലയത്തിലാണ്. അവിടെയാണ് പുള്ളിക്കാരി കീബോർഡ് ക്ലാസ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പള്ളിയിൽ പോയി വേറെ ഡ്രസ്സ് ഇട്ടാണ്ട്, ഞാൻ അങ്ങനെ സ്ലീവ്ലെസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് പള്ളിയിൽ പോകാറില്ല. എൻ്റെ അന്നാമ്മയും അതുപോലെ ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരു +2 ആ ഒരു ഏജൊക്കെ ആകുമ്പോഴേക്കും അവൾ അതുപോലെ തന്നെ ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് ഓരോരുത്തരുടെ ഒരു രീതിയാണ്. എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. രാവിലെ ഇന്ന് മിഷൻ സൺഡേ ആയിരുന്നു. മിഷൻ സൺഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ ഇന്ന് നമ്മളുടെ വീടുകളിൽ നിന്നൊക്കെ നമുക്ക് ലേലത്തിന് വെക്കാൻ പറ്റിയത്, അതായത് വല്ല വാഴക്കോലേ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴിമുട്ടയൊക്കെ ഉണ്ടായവരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൂപിക്ക ഉപ്പിലിട്ടത് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നമ്മൾ ഇന്ന് ലേലത്തിന് വെക്കും. ആ ലേലത്തിന് കിട്ടുന്ന പൈസ പള്ളിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളി അത് നമ്മളെ വിദ്യാഭ്യാസം ക്രിസ്ത്യൻ ഇതിലെ വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്നവർ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ഫണ്ട് ഉപയോഗിക്കുന്നത്. പള്ളി വേറെ രൂപത്തിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരുമിച്ചാണ് അത് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ഫാമിലി യൂണിറ്റ് ഉണ്ട്. ഫാമിലി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനയൊക്കെ എല്ലാ മാസവും നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇന്ന് അപ്പം മുട്ടക്കറി ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ യൂണിറ്റിൽ ഫുഡൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ആ പൈസയും ഇതിലേക്കാണ് പോകുന്നത്. അപ്പം ഇന്നങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു വാഴക്കൊലയും നമ്മുടെ ലൂബിക്ക ഇത് ലേലത്തിൽ വിളിച്ചിട്ടോ. പൈസ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, പക്ഷെ വാഴക്കൊലയൊക്കെ എനിക്ക് ലാഭമായിട്ടാണ് തോന്നിയത് കേട്ടോ. ലാഭവും നഷ്ടത്തിൽ നോക്കരുത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ അങ്ങനെ അതും മേടിച്ച്, പിന്നെ അന്നാമ്മയ്ക്ക് ഇന്നൊരു ക്വിസ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു, കാറ്റഗിസം ക്ലാസ് അല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നേരെ ഇപ്പോൾ തൃപ്പൂണിത്തുറ കലാലയത്തിലെത്തി. ഇനി നമുക്ക് കൊച്ചിക്ക് പോകണം. കൊച്ചിക്ക് പോകണത് എന്തിനാന്ന് പറയാട്ടോ. അത് വിശദമായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, എന്നാലും ഏകദേശം പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ ഇന്ന് തൃപ്പൂണിത്തുറ പുതിയകാവ് എന്തുവാടാ പുതിയകാവ് ജംബോ സർക്കസ് ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയായിരുന്നു കേട്ടോ. സംഭവം ശരി, നമുക്ക് ഈ മൃഗങ്ങളൊക്കെ ഉള്ളതാണ് കൂടുതലും സർക്കസ് ഇഷ്ടം. പക്ഷേ മൃഗങ്ങളെയൊക്കെ ഇപ്പം അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് മൃഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം. ഈ വർഷം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഞാനൊരു മൃഗസ്നേഹി ആയതുകൊണ്ട് ഒരു പരിധിവരെ അങ്ങനെയൊക്കെ നല്ലതാണ്. ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ്, ഹൈഫൈ ഇതൊക്കെ ഒന്നും ഞാൻ പറയിപ്പിക്കാറില്ല. വല്ലപ്പോഴും ആണ്ടിലും കൊള്ളത്തിലൊക്കെ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളോടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് എന്നിട്ട് വായിലേക്ക് എന്തെങ്കിലും ഇട്ട് തന്നാൽ നമുക്ക് ആരും ഭ്രാന്ത് കയറില്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യിപ്പിക്കാറില്ല. പക്ഷേ നമുക്ക് ഒരു കാഴ്ച ആസ്വാദകൻ എന്ന രീതിയിൽ മൃഗങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഒരു കുറേ ആക്ടിവിറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അന്നമ്മയ്ക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഇന്ന് 4 മണിക്കുള്ള ഷോയ്ക്കോ 7 മണിക്കുള്ള ഷോയ്ക്കോ കയറണം എന്നാണ്. പക്ഷേ എനിക്ക് കൊച്ചിയിൽ പോകാനുണ്ട്. കൊച്ചിയിൽ 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ശരി. ഞങ്ങൾ അങ്ങനെ ഒരു 12:30 നേരെ കൊച്ചിയിലേക്ക് പോവാണ്. കുണ്ടന്നൂർ പാലം തുറന്നിട്ടുണ്ട് കേട്ടോ. പാലത്തിന്റെ പണിക്ക് വേണ്ടിയിട്ട് 1 മാസത്തോളം അടച്ചിട്ടിരുന്നു. ഓക്കെ, ഒരു മീഡിയം ലെവലിലൊക്കെ പണിതായിട്ടാണ് തോന്നുന്നത്. നമുക്കിനി വാച്ച് ചെയ്യാം. 1 മാസം കഴിയുമ്പോൾ പാലം പഴയ പോലെ തന്നെ ആകോ, മൊത്തം വിള്ളലോ കുഴികളൊക്കെ വരുമോ നോക്കാം. ഇപ്പൊ ഞങ്ങൾ പോകുന്നത് രാസ് എന്ന് പറഞ്ഞിട്ടൊരു തോപ്പുംപടിയിലുള്ള ഹോട്ടലിലാണ്. അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയണം. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് വീട്ടിൽ വന്നിട്ടാണ്. രാസിന്റെ മുതലാളിയോടാണ് എനിക്ക് പറയാനുള്ളത്. കരിമീന്റെ 1 കിലോന്റെ വില 400-500 രൂപക്ക് 5-6 കരിമീൻ കിട്ടണ സമയത്ത്, പോട്ടെ ഒരു 4 കരിമീൻ കിട്ടണ സമയത്ത് ഞങ്ങൾ കഴിഞ്ഞ അവിടെ വന്നപ്പോ 1600 രൂപയാണ് 2 കരിമീൻ പൊള്ളിച്ചതിന് മേടിച്ചത്. നിങ്ങൾക്ക് വയറ്റിൽ കൊള്ളോ എന്ന് എനിക്ക് അറിയത്തില്ല. കരിമീൻ പൊള്ളിച്ചതിന് വേണ്ട 1 സവാള മതി, ഒരു പൊള്ളിച്ച മീന്, 1 സവാള, തക്കാളി, ഇതെല്ലാം കണക്കൂട്ടിക്കോ. എന്നാലും നിങ്ങളെ ലാഭവും കഴിഞ്ഞ് മനുഷ്യരെ കൊല്ലുന്ന ഒരു വില എടുക്കരുത്. ഇപ്പൊ അത് പറയാൻ കാരണം, ഞാന് നേരെ ചെന്ന് രാസി ചെന്നിട്ട് ഞാൻ മീൻ പൊള്ളിച്ചതിന്റെ വില ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത്, ചേച്ചി 750 രൂപ 800 രൂപയാണ് ഇവിടെ ഏറ്റവും കുറഞ്ഞത്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കണം. 1 കിലോ മീനിന്റെക്കാളും പൈസ കൂടുതലാണ് ഒരു മീനിനെ അവരെടുക്കുന്നത്. ബാക്കിയൊക്കെ ഓക്കെയാണ്, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊന്നും പറയാതിരുന്നു കഴിഞ്ഞാൽ എനിക്കും ദഹിക്കത്തില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞ സ്റ്റോറി ഇട്ട ഒരാളാണ്.
അപ്പൊ മീനിന്റെ വിലയൊക്കെ ഒന്ന് അറിഞ്ഞ് ഈ കൊടുവാള് വെക്കണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് കൊണ്ടത് എന്തുകൊണ്ടോ ആൾക്കാർ വരുന്നു, ഞാനും വരുന്നു. പക്ഷെ ഞാൻ ഇന്ന് അവിടെ വന്നപ്പോ മീൻ പൊള്ളിച്ചതൊന്നും ഞാൻ കഴിച്ചില്ലായിരുന്നു. പോർക്ക് എടുത്തായിരുന്നു, പിന്നെ ഒരു ചിക്കൻ കറി എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ നേരെ പോയത് മഹാരാജാസ് ജ്വല്ലറിയിലാണ്. നമ്മുടെ അന്നമ്മയ്ക്ക് ഞാൻ ഗോൾഡാണ് കൂടുതലും സേവിങ്സ് ആയിട്ട് മേടിച്ച് വെക്കാറുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ സ്ഥലം മേടിക്കുന്നതും. കുറച്ചായിട്ട് വാങ്ങിച്ചത് ഒരുമിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഈ സ്ഥലം വാങ്ങുന്നത്. മഹാരാജയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ 2009 മുതലുള്ളതാണ്. അവിടുത്തെ വിനോദേട്ടൻ ആയിക്കോട്ടെ, ഇപ്പോ ശ്രീകുമാർ ഉണ്ട്, ശ്രീകുമാർ അനി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവരൊക്കെ നല്ല ഇതാണ്. നമുക്ക് ഇപ്പോ കാത് കുത്തണ ചേട്ടനാണെങ്കിൽ പോലും നമ്മള് രാജചേട്ടനെ ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. നല്ല വൈബുള്ളൊരു സ്റ്റാഫാണ് പള്ളുരുത്തിയിലുള്ളത്. കാരണം ഞാൻ ഈ തൃപ്പൂണിത്തറയിൽ കരിമോള് താമസിക്കുന്ന ഞാൻ എന്തിന് പള്ളുരുത്തി വരെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, മുതലാളിയോട് എനിക്കൊന്നും പറയാനുള്ളൂ, തൃപ്പൂണിത്തറയിലുള്ള സ്റ്റാഫിനോടൊന്ന് അനങ്ങി നിൽക്കാൻ പറ. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതില്ലല്ലോ എന്ന അടുത്ത ഓപ്ഷൻ. നമ്മള് ഒരു സെയിൽസ് നടത്തുമ്പോൾ വരുന്ന ആളുടെ പൾസ് എറിഞ്ഞ് സെയിൽസ് നടത്താൻ പറ്റണം. ഒരു ഗോൾഡ് വാങ്ങാൻ വന്ന ഒരാൾക്ക് അതില്ലെങ്കിൽ അടുത്തത് എടുപ്പിക്കാനുള്ള കഴിവില്ലാത്ത കുറച്ച് സ്റ്റാഫുകളാണ് അവിടെ ഉള്ളത്. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ 1 hour യാത്ര ചെയ്ത് പള്ളുരുത്തിയിൽ വന്ന് അത്യാവശ്യം റോണപ്പിന് കുറച്ച് ഇതെടുത്തായിരുന്നു, അന്നമ്മയ്ക്ക് എടുത്തായിരുന്നു, ഞാനും 1-2 ലൈറ്റ് വെയിറ്റ് ഒക്കെ എടുത്തിട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ വന്നിട്ട് 7 മണിക്കുള്ള സർക്കസിന് പോവാന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ചേച്ചിക്ക് വയ്യ, ചേച്ചിക്ക് കാല് വേദന. ചേച്ചി അടുത്ത ദിവസം പോകാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് എവിടെയെങ്കിലും പോകാന്നുള്ള പ്ലാനിൽ വൈകുന്നേരം വരെ തിരിയാന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷായി ചുമ്മാ ഒരു ട്രാക്ക് പാൻറ്റ് ഒരു ടീഷർട്ട് എടുത്തിട്ട് അന്നമ്മയെ അതുപോലെ തന്നെ ഞങ്ങളൊരു സിനിമക്ക് പോകാൻ കരുതി. അപ്പോൾ അന്നമ്മയ്ക്ക് കൊടുത്ത ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ അങ്ങനെ കഴിഞ്ഞു. ഞായറാഴ്ച ഫുൾ അവളുടെ കൂടെ ആയിരുന്നു. എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ സിനിമയുടെ പേര് ഞാൻ മറന്നു കേട്ടോ. പക്ഷേ കണ്ടെടുത്തുള്ളൊരു സാധാരണ കാരുടെ ഒരു മൂവിയായിട്ട് തോന്നി. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ കൂടി പറഞ്ഞിട്ട് നമ്മളുടെ ഞായറാഴ്ച ദിവസം ഓഫ് മൈ ലൈഫ് അങ്ങ് കഴിയും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറയാവേ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ എന്നുള്ളത് കേട്ടോ. ഞങ്ങളങ്ങനെ സിനിമ കഴിഞ്ഞിറങ്ങി. ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞിട്ടൊരു സിനിമയായിരുന്നു കേട്ടോ. നല്ലൊരു ഫിലിം കേട്ടോ. നല്ല സിമ്പിളായിട്ട് ഒരു കേസ് അന്വേഷണമാണ്, പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു സിനിമയാണ് കേട്ടോ. അങ്ങനെ ഒരു തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തൊരു സിനിമയൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ അടിപൊളി സിനിമയായിരുന്നു. അപ്പം അങ്ങനെ ഞായറാഴ്ച ഇൻ മൈ ലൈഫ് കഴിഞ്ഞിരിക്കുകയാണ്. അല്ല എൻ്റെ അമ്മേ, ഞങ്ങളിനി വീട്ടിൽ പോയി കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ ബൈ.